ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴത്തേക്കും നോമ്പ് 14 ഞങ്ങളിന്ന് നോമ്പ് തുറക്കുന്നത് ഞങ്ങളിന്ന് വീട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയാണ്. ജെസ്സിയുടെ മേമയുടെ വീടാണ് പാലക്കാട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡി ആവുക. പോവാൻ ഞാൻ, ജെസ്സി, മിച്ചു, സിനാൻ, സിയാദ്, ഉമ്മ, വല്യമ്മ എല്ലാവരും ഉണ്ട്. അപ്പം വണ്ടിയൊക്കെ രാവിലെ എണീച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പം ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് പോകാനുള്ള റെഡി ആയിട്ടിരിക്കുക. മിച്ചു ആണെങ്കിൽ നേരം വെളുത്തപ്പോഴേ എണീച്ചിട്ട് പാലക്കാട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ വാശിയിൽ നിൽക്കുകയാണ്. ഇപ്പം വണ്ടിയെ കഴുകിയിട്ട് ഞങ്ങളെല്ലാ സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ച് നേരെ പാലക്കാട്ടത്തേക്ക് വിടുവാണ്. ഞങ്ങൾ പോകുന്നത് ഒറ്റപ്പാലത്തു നിന്നാണ്. ഒറ്റപ്പാലത്ത് നേരെ പാലക്കാട്. ഇതാ ഞങ്ങൾ പോകുന്ന വഴിയാണ്. ജെസ്സിയുണ്ട്, മിച്ചുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക. വല്യമ്മ നോക്കുവാണ് ഇത് എങ്ങോട്ടാണ് പോണേന്നൊക്കെ നോക്കുവാണ്. നോമ്പ് തുറ ഇന്ന് അവിടെയാണ്. അപ്പം നോമ്പൊക്കെ തുറന്നിട്ട് ഞങ്ങൾ രാത്രി തിരിച്ചു വരും. ലൂലു മാളിൽ പോകണമെന്ന് ജെസ്സി പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൂലു മാളിലൊക്കെ പോയിട്ട് ഞങ്ങൾ രാത്രി തിരിച്ചെത്തും. ഇതാണ് നമ്മൾ അങ്ങോട്ട് അവർക്കുള്ള വീടിൻ്റെ അടുത്ത് എത്താറായി. നല്ല നെൽപ്പാടമാണ്. ഈ നെൽപ്പാടത്തിൻ്റെ നടുവിൽ കൂടെയാണ് ഈ റോഡുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇപ്പം നെല്ലൊക്കെ അങ്ങ് പഴുത്ത് വിളഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം കൊയ്യാറായിട്ടുള്ള സമയമായി. ഇവിടെ മിഷ്യൻ വന്നാണ് കൊയ്യുന്നത്. രണ്ട് സൈഡും പാടമാണ്, ഫുൾ പാടമാണ്. അത് ഹൈവേ റോഡ് സൈഡാണ്. എൻ്റെ തെങ്ങും നെല്ലൊക്കെ പഴുത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നെല്ലൊക്കെ കാണുന്നത് തന്നെ ഈ പാലക്കാട് ജില്ലയിലൊക്കെയാണ് കണ്ടുവരുന്നത്. ബാക്കിയെല്ലാം മണ്ണിട്ട് നികത്തി ഇപ്പോൾ ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ പാലക്കാട് ജില്ലയിൽ എവിടെ നോക്കിയാലും നെൽപ്പാടമാണ്. എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാനായിട്ട്. അപ്പം വീട്ടിൻ്റെ അങ്ങോട്ട് പോവാണ്. വീടിൻ്റെ അവിടെ എത്താറായി. ഇതൊന്ന് ആസ്വദിക്കാനുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കുറച്ച് നടന്നു പോകണം കേട്ടോ. ചെറിയ വീടാണ്. വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ബാക്കിൽ ഡിക്കിയിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് കാണുന്നത്. ചക്കയോ മാങ്ങയോ തേങ്ങയോ എന്തൊക്കെയോ ഇമ്മ അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നടന്നു പോകണം. തലയിൽ ചുമന്നിട്ട് ചക്കയും തലയിൽ ചുമന്നുകൊണ്ട് പോവുകയാണ്. പാടമാണ്. പാടത്തിൻ്റെ മുന്നിലാണ് അവർക്കുള്ള വീട്. ഇത് നമ്മളെ ഹൈവേ ആണ്. അതായത് തൃശ്ശൂർ കോയമ്പത്തൂർ റോഡ് ഹൈവേ ആണ് ആ കാണുന്ന വണ്ടികൾ പോകുന്നത്. ഇതാണ് വീട്. വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്, സാധാരണ വീടാണ്. പക്ഷേ നല്ല രസമാണ്. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായി. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ബിരിയാണി എല്ലാം റെഡിയാക്കി. അങ്ങനെ നോമ്പ് തുറ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനാനും സിയാദൊക്കെ നല്ല വെച്ചടിക്കുകയാണ് ബിരിയാണി. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.